പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം എത്തിച്ച ആ വലിയ വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് പാരഡി ഗാന പരാതിയിൽ ഭയമില്ലെന്ന് ഗാനം എഴുതിയ പ്രവാസിയായ കുഞ്ഞബ്ദുള്ള ന്യൂസ് മലയാളത്തോട് അശ്ലീലമൊന്നും എഴുതിയിട്ടില്ല. പാട്ടെഴുതുന്നതിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പരാതിയെക്കുറിച്ച് പേടിയില്ല. ഏത് കോടതിയിൽ പോയാലും കോൺഗ്രസിന്റെ വക്കീലന്മാർ റെഡിയാണ്. 100 കൊല്ലം പാരമ്പര്യമുള്ള പാർട്ടിക്ക് 2 വരി പാട്ട് താങ്ങില്ലേ എന്നും കുഞ്ഞബ്ദുള്ള ന്യൂസ് മലയാളത്തോട്. 100 കൊല്ലം പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് 2 വരി പാട്ട് താങ്ങുവാനാവില്ല. അതൊന്നും വേണ്ടേ? പരാജയം കൊടുത്തോട്ടെ, പരാതിക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഏത് കോടതിയിൽ പോലും കോൺഗ്രസിന്റെ വക്കീലന്മാർ റെഡിയായിട്ടുണ്ട്. അതിന് അശ്ലീലൊന്നും പറഞ്ഞിരിക്കാലോ. നമുക്ക് രാജ്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അത് ആരെന്തായാലും നമുക്ക് കൊന്നിപ്പോലോ. പാരഡി ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതാണെങ്കിൽ നടപടി വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പിൽ പാരഡി ഗാനം LDFന് തിരിച്ചടി ആയില്ലെന്നും TP. കോൺഗ്രസ് നേതാക്കളല്ലേ ഈ പാട്ട് ഉണ്ടാക്കിയത്. അവരാലോചിക്കട്ടെ. അതിന്റെ LDFനെ അതൊന്നും പ്രതിസന്ധിയിലാക്കിയിട്ടൊന്നുമില്ല. അത് അങ്ങനെയുള്ളത് സമൂഹത്തിൽ എന്ത് പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. ഒരു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ പരിരക്ഷ വേണം. അത്തരം ഒരു സമീപനത്തിന് സഹായകരമാണോ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്? എന്തുണ്ട് കടന്നാക്രമിക്കാൻ വഴി? അത് ചെയ്യുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. പാരഡിപ്പാട്ടല്ല, സ്വർണം കട്ടതാണ് പ്രശ്നമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. കട്ടതിൽ അവർക്ക് ഒരു പരാതിയുമില്ല. കട്ടുവെന്ന് പറഞ്ഞതിലാണ് പരാതി. പാട്ടല്ല, മോഷണമാണ് LDFനെ ബാധിച്ചതെന്നും PMA സലാം. കട്ടതിന് അവർക്ക് യാതൊരു പരാതിയില്ല. കട്ടു എന്ന് പറഞ്ഞാണ് പരാതി. അതൊക്കെ ഈ പരാജയത്തിൽ വിഭ്രാന്തി പൂണ്ടവരുടെ ജൽപ്പനങ്ങളാണ്. അതൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഈ പാട്ടല്ല ബാധിച്ചത്, മോശമാണ് ബാധിച്ചത്. പാരഡി ഗാനം താൻ കേട്ടിട്ടില്ലെന്ന് EP ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് ഇമാതിരി കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. പാർലമെന്റ് പാട്ട് പാടാനുള്ള സ്ഥലമാണെന്ന് കോൺഗ്രസ് MPമാർ കരുതുന്നത്. ഒരു പാട്ടിൽ കലങ്ങിപ്പോകുന്നതല്ല ഇടതുപക്ഷമെന്നും EP ജയരാജൻ. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ. DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. എന്താ ഇത് പാടിയത് എന്ന് എനക്കറിഞ്ഞൂടല്ലോ. ഇനി ആരെങ്കിലും തെറി പറയുന്നതാണോന്ന് എനക്കറിഞ്ഞൂടാ. അത് ആക്ഷേപമാണോ, തെറി പറയുന്നതാണോ, അശ്ലീലാണോ എന്നൊന്നും എനക്കറിഞ്ഞൂടാ. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച്, കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ഇമാതിരി കാര്യങ്ങൾ നോക്കിയാൽ നടക്കുക. അത് കോൺഗ്രസ് അല്ല, CPM. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് കോഴിക്കോട് നിന്ന്. പ്രസാദ്, ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച അത് അവസാനിക്കുന്നില്ല. പക്ഷെ പാട്ട് എഴുതിയ കാര്യത്തിലോ ആ പരാതി വന്ന കാര്യത്തിലോ ഒന്നും ഭയമില്ലെന്ന് പറയുകയാണ് പാട്ട് എഴുതിയിട്ടുള്ള കുഞ്ഞബ്ദുള്ള. ഇതിന്റെ വിവാദ തലം ഇപ്പോൾ എങ്ങനെയാണ്? മാത്രമല്ല, ഇതിൽ പ്രാഥമിക അന്വേഷണം അടക്കം നടക്കുന്ന സാഹചര്യമുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും കഴമുണ്ടെങ്കിൽ കേസെടുക്കാം എന്നുള്ള ധാരണയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് പ്രസാദ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾ? സംഗീത, തിരുവാഭരണ പാത സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകിയതോടുകൂടിയാണ് ഈ പാരഡി ഗാനം വേറൊരു തലത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് LDF കൺവീനർ ഈ ഗാനം വിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ ഹനിച്ചിട്ടുണ്ടെങ്കിൽ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. LDF കൺവീനർ മാത്രമല്ല, LDFുമായി ബന്ധപ്പെട്ടുള്ള ചില നേതാക്കളും ഇത്തരത്തിൽ സമാനമായ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ സംഗീത, ഒരുപക്ഷെ ഈ ഒരു പാരഡി ഗാനം എന്ന് പറയുന്നത് മുൻപും ഇതേ താളത്തിലുള്ള മറ്റ് പാരഡി ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ നിയമത്തിന് മുമ്പിൽ നിലനിൽക്കുമെന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. എന്തായാലും ഒരു പരാതി സർക്കാരിന്റെ മുന്നിൽ, പോലീസിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ ഈ ഗാനം എഴുതിയിട്ടുള്ള GP കുഞ്ഞബ്ദുള്ള, അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹം ഖത്തറിൽ ഇരുന്നുകൊണ്ടാണ് ഈ പാട്ട് എഴുതുകയും പിന്നീട് അത് വലിയ വൈറലായി മാറുകയും ചെയ്തത്. കോൺഗ്രസും BJPയും എല്ലാം തന്നെ ഒരുപോലെ ആഘോഷിച്ച ഒരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ പാരഡി ഗാനം എഴുതിയതിന്റെ പേരിൽ കേസിനെ ഒന്നും തന്നെ താൻ ഭയക്കുന്നില്ല. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഒരു തരത്തിലും അശ്ലീലം താൻ എഴുതിയിട്ടില്ല. 100 വർഷം പഴക്കമുള്ള ഒരു പാർട്ടിക്ക് 2 വരി പാട്ട് താങ്ങാൻ കഴിയില്ലേ എന്നാണ് കുഞ്ഞബ്ദുള്ള പരിഹസിക്കുന്നത്. അതോടൊപ്പം തന്നെ PMA സലാമിന്റെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് പാട്ടെല്ലാം മോഷണമാണ് LDFനെ ബാധിച്ചത്, അല്ലാതെ ഈ പരാജയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഭ്രാന്തിയാണ് ഇപ്പോഴുള്ള ഈ പ്രതികരണങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്തായാലും ഈ പാട്ട് ഒരു പരാതിയായി പോലീസിന്റെ മുന്നിൽ വന്നതോടുകൂടി ഇനി അതിന്റെ പ്രാഥമിക അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്, നിയമോപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കാം മറ്റു നടപടികൾ ഉണ്ടാവുക. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ മുമ്പും ഇത്തരം പാരഡി ഗാനങ്ങൾ ഉള്ളതുകൊണ്ട് കൂടുതൽ നടപടികളൊന്നും ഉണ്ടാകാൻ തന്നെ സാധ്യത കുറവാണ്. പക്ഷേ വിവാദം മാത്രം തുടരുമെന്നാണ് കരുതുന്നത്. ശരി പ്രസാദ്.